ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാം. രാവിലെ ഇക്ക ഓട്ടം പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് കഴിക്കാൻ ഞാൻ കാണത്തില്ല എന്ന്. അപ്പം ഞാനോർത്ത് എന്തായാലും ഉണ്ടാക്കിയേക്കാന്ന്. കാരണം ഉച്ചക്കത്തെ ഫുഡ് തന്നെ ചില ദിവസങ്ങൾ ഞങ്ങൾ രാത്രി കഴിക്കും. അപ്പം ഞാനോർത്ത് എന്തായാലും ഉച്ചക്കത്തേക്കും കൂടെ ആക്കിയേക്കാന്ന്. കോവക്ക മെഴുക്ക് വരട്ടി എനിക്കിഷ്ടമാണ്. ഇക്ക മെഴുക്ക് വരട്ടിയതും തോരനും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് കോവക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനും കഴിക്കും, ഇച്ചും കഴിക്കും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമേ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കോവക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടി ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചപ്പോൾ വേപ്പില കാണുന്നില്ല. വേപ്പില തീർന്നിരിക്കും. പിന്നെ ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ വേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോയി ജനലിന്റെ സൈഡിൽ കൂടെ കൈയിട്ട് പറിക്കും. വേപ്പില പറിക്കാൻ പോയ സമയത്ത് എണ്ണ ചൂടായി കിടക്കുമായിരുന്നു. വേപ്പില ഇട്ടപ്പോൾ ആ വേപ്പില ഫുള്ള് കരിഞ്ഞും പോയി. അങ്ങനെ പിന്നെ കോവക്കായും ഇട്ട് ഉപ്പും ഇട്ട് ഞാനത് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്കായിട്ട് ഇവിടെ ഒരു ചേച്ചി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കക്കറച്ചി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇച്ചി വിളമ്പായിരുന്നു. അങ്ങനെ അരപ്പൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ വേവിച്ച് വെച്ച് കക്കറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് കോവക്ക ഓൾമോസ്റ്റ് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി രാവിലെ ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. വീടൊന്നും ഒതുക്കിയിട്ടില്ല, തൂത്തിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാ അടുക്കളയിലെ ജോലിയൊന്നും ഒതുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തുണിയൊക്കെ കഴുകി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ കട്ടി കുറവുള്ള തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കട്ടിൻ്റെ പുറത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇച്ചു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഉമ്മ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വയറുവേദനയാണെന്ന്. അപ്പോൾ ഉമ്മി വിചാരിച്ച് ഞാനൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് പാവം ഉമ്മി മീൻകറിയും ചമ്മന്തിപ്പൊടി ചിക്കൻ കറിയൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൊണ്ടുവന്നു. അങ്ങനെ ചോറും കറിയൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറിനാണെങ്കിൽ ഇന്ന് ഒത്തിരി കറികളുണ്ട്. ഉമ്മ കൊണ്ടുവന്ന കറിയും ഉണ്ട്, ഞാൻ വെച്ച കറിയുണ്ട്. എല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുവാണ്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഈ പാത്രം കഴുകൽ. രാവിലെ കുടിച്ച ഗ്ലാസ് വരെ അവിടെ ഇരിപ്പുണ്ട്. കാരണം രാവിലത്തെ പാത്രവും ഉച്ചക്കത്തെ പാത്രവും എല്ലാം കൂടെ ഞാൻ ജോലി ഒതുങ്ങുമ്പോൾ ഒറ്റയടിക്കാണ് കഴിയുന്നത്. ചുമ്മാ കഴുകിക്കൊണ്ട് നിൽക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് പദവും പുറമൊക്കെ തുടച്ച് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടുത്തുള്ള ജോലിയാണ് തൂക്കലും തുടക്കലും. ഇച്ചു കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ജോലി കൊടുക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാം അലിച്ചു വാരി അവൻ തറയിലിടും. സൈക്കിളാണെങ്കിലും വണ്ടിയാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും പിച്ചിക്കീറിയാണെങ്കിൽ പോലും അവൻ തറയിലിടും. പിന്നെ ഉമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ ഉമ്മയായിട്ട് സംസാരിച്ച് തൂക്കലും തുടക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പോയി കുളിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മയ്ക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ.